നമസ്കാരം. ദേശീയതയും സ്ത്രീത്വത്തെയും തൊട്ടുകളിച്ചാൽ അങ്ങ് ഇറ്റലിയിലായാലും ശരി, മുഖത്തു നോക്കി ചോദ്യം ചെയ്യാനും നട്ടെല്ല് വളച്ച് മാപ്പ് പറയിക്കാനും ഭാരതത്തിലെ സ്ത്രീകൾക്ക് മടിയൊന്നുമില്ലെന്ന് തെളിയിക്കുന്ന ഒരു മാസ സംഭവമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്ത് പോയി ഇന്ത്യക്കാരെ അധിക്ഷേപിക്കാം എന്ന് കരുതിയ ഒരു ബംഗ്ലാദേശി വെയിറ്ററുടെ അഹങ്കാരമാണ് നമ്മുടെ നാട്ടിലെ ഏതാനും സ്ത്രീകൾ ഇടപെട്ട് തകർത്തെറിഞ്ഞത്. ഇൻസ്റ്റഗ്രാമിൽ ഖുഷി ദുബെ എന്ന യാത്രിക പങ്കുവച്ച ഈ വീഡിയോ ഇപ്പോൾ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. Why you say that? Sir, why you lie? Why you lie? Why you lie? We are not lying. You're lying. We are not lying. You're lying. You say again what you said before. Huh? You can ask her also. Say again what you said before. You know who I am. No, you're not there. Everybody carrying his country badly. You carry your country badly. You know? Yeah, we are from Bangladesh. So that's why. You are from Bangladesh. Yeah. You are from Bangladesh. Yeah. You are from the India. Kenny. That's all for you. That's how people respect it. Post it on Instagram. She's an influencer. Mr. Hussain from Bangladesh. From the India. Pay the rest. यार इसको पैसे दो और चल यहाँ से. I can't stand this guy. I'll slap him. उसको बोलना पुलिस को बुलाए. Will show it to police. नहीं है. Bangladesh. I never said You that. ask No, I never said that. Because You you say started you are first. No, you started first. Don't Mr. video. Hussain, you started first. Okay? Be respectful. You should know how to respect women. You respect the people. You're carrying country badly. Because here don't like people of the Indian only You for are like not you. letting us speak only. Okay? You see this school over there. No, say it in English. I'm sorry for this. For abusing my country. Say. Okay, yes. For abusing India. Say that. Yes. Say that. I already say. No. Sir, please say, I'm sorry for abusing India. I Please. say for using India. No, Yeah. properly. Please, properly. Like don't you want said India, same. You have to say that. I'm sorry. You only said that I will call the police. നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും സ്ത്രീകളുടെ ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഓരോ ഭാരതീയനും വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വിദേശ മണ്ണിൽ വെച്ച് രാജ്യത്തിന് നേരെയും സ്ത്രീത്വത്തിന് നേരെയും ഉണ്ടാകുന്ന ഇത്തരം വംശീയ അധിക്ഷേപങ്ങളെ എങ്ങനെ നേരിടണം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഈ സ്ത്രീകൾ ലോകത്തിന് കാണിച്ചു തരുന്നത്. എന്താണ് ഇറ്റലിയിലെ റെസ്റ്റോറൻറ്റിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. യൂറോപ്യൻ രാജ്യമായ ഇറ്റലിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു ആ ഇന്ത്യൻ വനിതകളുടെ സംഘം. അവിടെയുള്ള ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട്ഡോർ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഇവരോട് അവിടെ വെയിറ്ററായി ജോലി ചെയ്യുന്ന ഹുസൈൻ എന്ന ബംഗ്ലാദേശി വംശജൻ തർക്കത്തിലേർപ്പെടുകയായിരുന്നു. തർക്കത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ത്യൻ വംശജരാണ് എന്നതാണ്. ഇയാൾ ഇന്ത്യൻ ഉപഭോക്താക്കളോട് കാണിച്ച വംശീയമായ വിദ്വേഷവും മോശം പെരുമാറ്റവും ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞിട്ടുമുണ്ട്. തീർത്തും പ്രകോപനപരമായി സംസാരിച്ച ഇയാൾ കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് ഭാരതീയരായ ആ സ്ത്രീകൾക്ക് നേരെ പ്രയോഗിച്ചത്. തികച്ചും സമാധാനപരമായി ഇരുന്നിരുന്ന യാത്രാ സംഘത്തോടാണ് ഇയാൾ വിദ്വേഷം നിറഞ്ഞ വാക്കുകളിലൂടെ ഇന്ത്യയും ഇന്ത്യൻ ജനതയും ഒന്നടങ്കം അപമാനിക്കാൻ ശ്രമിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചില വിദേശ വംശജർ ഇന്ത്യൻ വിനോദസഞ്ചാരികളോട് കാണിക്കുന്ന വിവേചനത്തിന്റെ മറ്റൊരു ഉദാഹരണമായി ഈ സംഭവം മാറുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ വെയിറ്റർ ഹുസൈൻ സ്ത്രീകളെന്ന് പോലും പരിഗണിക്കാതെ അങ്ങേയറ്റം അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുകയും നിങ്ങൾ പോയി പോലീസിനെ വിളിക്കൂ, ഞാൻ ഇവിടെ നിന്നും പോവുകയാണെന്ന് ആക്രോശിക്കുകയും ചെയ്തു. സാധാരണയായി വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിയമപ്രശ്നങ്ങളോ പോലീസിനെയോ ഭയന്ന് പല വിനോദസഞ്ചാരികളും ഒഴിഞ്ഞു മാറാറാണ് പതിവ്. എന്നാൽ ഭയന്ന് പിന്മാറാൻ ആ സ്ത്രീകൾ തയ്യാറായില്ല. അവർ അപ്പോൾ തന്നെ ഇയാളുടെ മുഖത്ത് നോക്കി ശക്തമായി പ്രതികരിച്ചു. സംസാരിക്കുമ്പോൾ മര്യാദ വേണം. ഒന്നാമതായി ഞങ്ങൾ സ്ത്രീകളാണ്, അത് മനസ്സിലാക്കി സംസാരിക്കൂ. സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ശക്തമായ മറുപടി ഇയാളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. താനൊരു വിദേശ രാജ്യത്താണ് നിൽക്കുന്നതെന്ന ധാർഷ്ട്യവും ഏഷ്യൻ വംശജനായ തനിക്ക് ആരും ഒന്നും വരുത്തില്ല എന്ന അമിത വിശ്വാസവും ഇയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. തർക്കം മുറുകിയതോടെ ഇയാൾ ഈ സ്ത്രീകളുടെ ദേശീയതയെയും ഭാരതത്തിനെയും നേരിട്ട് ലക്ഷ്യം വെച്ച് സംസാരിക്കാൻ തുടങ്ങി. ഭാരതത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്തു. പരസ്യമായി വിദ്വേഷം വമിക്കുന്ന രീതിയിൽ ഇയാൾ സംസാരിച്ചു. സ്വന്തം മാതൃരാജ്യത്തെ ഇത്രയും പരസ്യമായി അധിക്ഷേപിക്കുന്നത് കേട്ടതോടെ ഇന്ത്യൻ സ്ത്രീകൾ ഒട്ടും വിട്ടുകൊടുത്തില്ല.
സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ വളരെ ഉറച്ച ശബ്ദത്തിൽ ഇയാളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ഹുസൈൻ, മര്യാദയോട് പെരുമാറൂ. ഭാരതത്തെ അപമാനിക്കാൻ തനിക്ക് എന്താണ് അവകാശം? സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണമെന്ന്, അവരോട് എങ്ങനെ പെരുമാറണമെന്നും താൻ ആദ്യം പോയി പഠിക്കുക. തങ്ങളെ വ്യക്തിപരമായി പറഞ്ഞപ്പോൾ ക്ഷമിച്ചവർ രാജ്യത്തെ അധിക്ഷേപിച്ചപ്പോൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. രംഗം വഷളാവുകയും സ്ത്രീകൾ ശക്തമായി നിലയുറപ്പിക്കുകയും ചെയ്തതോടെ ഒടുവിൽ ഇറ്റാലിയൻ പോലീസിന് സംഭവ സ്ഥലത്തേക്ക് വരേണ്ടി വന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥർ റെസ്റ്റോറന്റിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. തങ്ങൾ നേരിട്ട വംശീയ അധിക്ഷേപങ്ങളെക്കുറിച്ചും വെയിറ്റർ ഇന്ത്യയും സ്ത്രീത്വത്തെയും അപമാനിച്ചതിനെക്കുറിച്ചും വനിതാ സംഘം പോലീസിനോട് കൃത്യമായി വിവരിച്ചു. വിദേശ മണ്ണിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട ഈ വലിയ അധിക്ഷേപത്തിൽ കൃത്യമായ നിയമസഹായം നൽകിയ ഇറ്റാലിയൻ പോലീസിനോട് ഇന്ത്യൻ വനിതകൾ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പോലീസ് ഇടപെടുകയും നിയമക്കുരുക്ക് മുറുകുമെന്ന് ഉറപ്പാവുകയും ചെയ്തതോടെ അതുവരെ അഹങ്കാരം കാട്ടിയ വെയിറ്റർ ഹുസൈൻ കളി മാറ്റി. യൂറോപ്യൻ നിയമങ്ങൾ അനുസരിച്ച് വംശീയ അധിക്ഷേപങ്ങൾ കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ബോധ്യമുള്ളതിനാലാവണം ഇയാൾ പെട്ടെന്ന് തന്നെ പരിങ്ങലിലാവുകയും രക്ഷപ്പെടാൻ വേണ്ടി ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത രീതിയിൽ ഒരു സോറി പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഭാരതത്തിന്റെ പെൺകരുത്ത് അതുകൊണ്ടൊന്നും അടങ്ങിയില്ല. വെറുമൊരു പേരിനുള്ള മാപ്പ് പറച്ചിൽ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. തങ്ങളുടെയും തങ്ങളുടെ രാജ്യത്തെയും പരസ്യമായി അധിക്ഷേപിച്ച ഇയാൾ താൻ ചെയ്ത തെറ്റ് കൃത്യമായി സമ്മതിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ചു. ഇറ്റാലിയൻ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവർ തങ്ങളുടെ ആവശ്യം ശക്തമായി ഉന്നയിച്ചു. താൻ ഭാരതത്തെയാണ് അപമാനിച്ചത്, അതുകൊണ്ട് ഇന്ത്യയോടും ഞങ്ങളോടും മാപ്പ് ചോദിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ ക്ഷമ ചോദിക്കണമെന്ന് സ്ത്രീകൾ ഉറപ്പിച്ചു പറഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ വെയിറ്റർ ഒടുവിൽ പോലീസിന് മുന്നിൽ വെച്ച് താൻ ചെയ്ത തെറ്റ് സമ്മതിച്ച് അങ്ങേയറ്റം വിനയത്തോടെ ഇന്ത്യൻ സ്ത്രീകളുടെ മുന്നിൽ നട്ടെല്ല് വളച്ച് മാപ്പ് പറഞ്ഞു. താൻ ഇന്ത്യയെ അപമാനിച്ചുവെന്നും അതിൽ ഖേദിക്കുന്നുവെന്നും ഇയാൾ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ ജനപിന്തുണയാണ് ഈ സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതീയർക്ക് നേരെയുണ്ടാകുന്ന വിവേചനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ്. ഇന്ന് ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ പോയി ആരുടെയും അധിക്ഷേപങ്ങൾ സഹിക്കേണ്ട ആവശ്യം ഇന്നത്തെ ഇന്ത്യക്കാർക്കില്ല. പണ്ട് ദുർബലമായ ഭരണകൂടം ഭാരതത്തിൽ ഉണ്ടായിരുന്നതിനാൽ ഭാരതത്തെ അപമാനിക്കുന്നത് സഹിക്കാൻ ഭാരതീയർ നിർബന്ധിതരായിരുന്നു. എന്നാൽ ഇന്ന് ശക്തമായ ഭരണകൂടം ഭാരതത്തിലുണ്ട്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു ഭയവുമില്ലാതെ വിദേശത്ത് പോലും ഇത്തരം അപമാനിക്കൽ ശ്രമങ്ങളെ ഭാരതീയർ ചോദ്യം ചെയ്തു തുടങ്ങിയെന്ന് മാത്രമല്ല, അത്തരം ശ്രമങ്ങൾ നടത്തുന്നവരെ കൊണ്ട് മാപ്പ് വരെ പറയിച്ചു തുടങ്ങി. ഭാരതത്തിന്റെ ആഗോളതലത്തിലുള്ള സ്വാധീനവും പുതിയ തലമുറകളുടെ ആത്മവിശ്വാസവും ഓരോ പൗരനും നൽകുന്ന ധൈര്യം ചെറുതല്ല. സ്വന്തം രാജ്യത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്താൽ അത് ഏത് വിദേശ മണ്ണിലായാലും വിട്ടുവീഴ്ചയില്ലാതെ ചോദ്യം ചെയ്യുമെന്ന കൃത്യമായ സന്ദേശമാണ് ഈ വനിതകൾ നൽകുന്നത്. മാത്രമല്ല, സ്ത്രീത്വത്തെയും മാതൃരാജ്യത്തെയും ഒരുപോലെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്കെതിരെ നിയമ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ പോരാട്ടം അങ്ങേയറ്റം മാതൃകാപരമാണ്. വെയിറ്റർ പേരിന് മാത്രം പറഞ്ഞ സോറി അംഗീകരിക്കാതെ താൻ ചെയ്തത് രാജ്യത്തോടുള്ള തെറ്റാണെന്നും അവനെ കൊണ്ട് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ കൃത്യമായി സമ്മതിപ്പിച്ചു മാപ്പ് പറഞ്ഞു വാങ്ങിയതാണ് ഈ സ്ത്രീകളുടെ യഥാർത്ഥ വിജയം. വംശീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന വിദേശികളായ ഇത്തരം ആളുകൾക്ക് നിങ്ങൾ തൊട്ടുകളിക്കുന്നത് ആത്മാഭിമാനമുള്ള പുതിയ ഇന്ത്യയുടെ ജനങ്ങളോടാണ് എന്നുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഈ സംഭവം നൽകുന്നത്. ലോകത്തിന്റെ ഏത് കോണിലായാലും രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാൻ സമ്മതിക്കില്ലെന്നുറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ചുരുക്കത്തിൽ, ഭാരതീയരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇറ്റലിയിലെ ഈ സംഭവം കൊണ്ട് മനസ്സിലാക്കുന്നത്. വിദേശ മണ്ണിൽ വെച്ച് മാതൃരാജ്യത്തിന്റെ അന്തസ്സും സ്ത്രീത്വത്തിന്റെ അഭിമാനവും ഒരുപോലെ സംരക്ഷിച്ച ഈ ധീരവനിതകൾക്ക് ഭാരതീയർ ഒന്നടങ്കം വലിയ സല്യൂട്ട് നൽകുകയാണ്. അഹങ്കാരത്തോടെ എത്തിയ വിദ്വേഷ ചിന്താഗതിക്കാർക്ക് മുന്നിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ നിയമത്തിന്റെ വഴിയിലൂടെ നീതി നേടിയെടുത്ത ഈ സഹോദരിമാരുടെ പോരാട്ടം വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. തങ്ങൾ തൊട്ടുകളിക്കുന്നത് ആത്മാഭിമാനമുള്ള പുതിയ ഇന്ത്യയിലെ ജനങ്ങളോടാണെന്നുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഈ സംഭവം നൽകുന്നത്. വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ ഭാരതീയർക്ക് വലിയൊരു മാതൃകയാണിത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.